ഹലോ ഗായ്സ്, യാസീൻ കൈനികര എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ആമസോൺ FBA കുറിച്ച് പറയാനാണ്. സോ ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടിട്ടൊന്നും തോന്നണ്ട, ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുക്കുന്നത്. സോ സാധാരണ വീഡിയോ ചെയ്യുന്നതൊക്കെ കാറിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയും കാറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അത് മാത്രം മതി. കൂടുതലായിട്ടുള്ള ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഫുള്ളായിട്ട് വീഡിയോ കാണുക, സ്കിപ്പ് അടിക്കേണ്ട. ഒരു എക്സാക്റ്റ് ഓവർവ്യൂ, ഈ ആമസോൺ FBA കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ, ഇന്ന് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും എക്സാക്റ്റ് ഫുള്ള് കണ്ടോ ഒരു കുഴപ്പമില്ല, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിലേറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ ഇടയിലായിട്ട് പറയാം. സോ എന്താണ് ആമസോൺ FBA? ആമസോണിൽ ത്രൂ നിങ്ങൾക്ക് ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത്. സോ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇൻഫർമേഷൻ മാത്രമാണ്, ഓവർ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. പറയാനുള്ള എനിക്കറിയുന്ന ഇൻഫർമേഷൻ മാത്രം നിങ്ങൾക്ക് പാസ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോക്ക്. സോ നിങ്ങൾ എന്താണ് ആമസോൺ ത്രൂ നിങ്ങൾക്ക് ആമസോണിൽ അസോസിയേറ്റ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, ആമസോൺ FBA ഈ ഒരു പരിപാടിയുണ്ട്, ആമസോൺ സെല്ലർ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. സോ ആമസോൺ അസോസിയേറ്റ് എന്ന് പറയുന്നത് അത് എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്രോസസ്സ് സെയിം ആണ്. ഇറ്റ്സ് ലൈക്ക് എന്തൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, നമ്മളൊരു അഫിലിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ പരിപാടി. അതൊരു കമ്മീഷൻ ബേസ്ഡ് പരിപാടിയാണ് എന്ത് ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ആമസോണിൽ അത് സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഒരു ഗൂഗിളിൽ തന്നെ ആമസോൺ അസോസിയേറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് കിട്ടുന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എക്സാക്റ്റ് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആമസോൺ അഫിലിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ആമസോൺ അഫിലിയേറ്റ് നിങ്ങൾക്ക് ആമസോണിലുള്ള ഏതൊരു പ്രോഡക്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. ലൈക്ക് അതിനൊരു നിങ്ങൾക്കൊരു അഫിലിയേറ്റ് ലിങ്ക് കിട്ടും. ആ ലിങ്ക് വെച്ച് പക്ഷേ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് ആഡൊക്കെ റണ്ണ് ചെയ്യണം. കാരണം അത് നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. സോ ഐഡിയ വെച്ചിട്ട് അത് ഏതൊരു പ്ലാറ്റ്ഫോമിലാണെങ്കിലും, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്ട് എവർ ഇറ്റ് ഈസ്, ലൈക്ക് ടിക്ടോക്ക്, എവിടെയാണെന്നുണ്ടെങ്കിലും എന്താ പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം, അത് അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ലൈക്ക് ഒരു ആഡ് റൺ ചെയ്യുക നിങ്ങളുടെ ഒരു നാക്കിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ് കാണിച്ചിട്ടോ അല്ലാതെയോ എങ്ങനെയെങ്കിലും അത് ചെയ്തിട്ട്, ഒരിക്കലും നമ്മൾ ആമസോൺ ത്രൂ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് പറയരുത്. നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ആമസോൺ ഞാനിത് പെട്ടെന്ന് ഫൈൻഡ് ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് അവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആദ്യം തന്നെ ആമസോണിൻ്റെ പ്രോഡക്റ്റ് സെയിലാകുന്ന ഒരിക്കലും ഒരു ഡിസ്ക്രിപ്ഷനിലും കൊടുക്കരുത്, ഒന്നിനും കൊടുക്കരുത്, ഒരിക്കലും ആരും പറയാനും പാടില്ല. അതൊരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള സംഭവം. നമ്മൾ ചെയ്യുന്നത് സെയിം ആണെന്നുണ്ടെങ്കിലും അത് ഒരു ആളുകളോട് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ആമസോൺ അസോസിയേറ്റ്സ് അത് കമ്മീഷൻ ബേസ്ഡ് ആണ്. നിങ്ങളുടെ ലിങ്കിൽ കയറിയിട്ട് ആ പ്രൊഡക്റ്റ് ആരെങ്കിലും ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പർട്ടിക്കുലർ കമ്മീഷൻ ആമസോൺ തരും, അതായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ്. ബട്ട് എന്താണ് ആമസോൺ FBA, ആമസോൺ സെല്ലർ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഫിറ്റ്, ഇതിൻ്റെ മാർജിന് 100% വളരെ ഹൈ ആണ്. അത് നമ്മൾ തീരുമാനിക്കുന്നതാണ്, അത് കമ്മീഷൻ ഒന്നുമല്ല, നമ്മൾ തീരുമാനിക്കുന്നതാണ് എന്ത് അതിൻ്റെ പ്രോഫിറ്റ്. ഇപ്പം നിങ്ങൾക്കൊരു പ്രോഡക്റ്റിൽ നിന്ന് ഒരു 15 ദിറംസോ 20 ദിറംസോ കിട്ടിയെന്ന് വിചാരിക്കുക. ആ സെയിം പ്രോഡക്റ്റ് ഒരു 1000 എണ്ണം വിറ്റ് പോയി കഴിഞ്ഞാൽ സെയിം മാർജിനിൽ സെയിം പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ആവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സോ അതന്നെയാണ് ഇതിൻ്റെ ഹ്യൂജ്. സോ അതിന് കൂടുതൽ കാര്യങ്ങളിലോട്ട് വരാം. അപ്പോൾ ഇതാണ് ആമസോൺ സെല്ലർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഹ്യൂജ് ആയിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ്. സോ ഇത് സിമ്പിളാണോ? സിമ്പിളാണെന്ന് വെച്ചാൽ സിമ്പിളാണ്, പക്ഷെ കുറച്ച് പണിയെടുക്കണം, അത് നിർബന്ധമാണ്. ഒരു നാക്ക് വേണം, ആ ഒരു ഐഡിയ വേണം. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കാറ്റും ടോപ്പിലെത്താൻ പറ്റും, എല്ലാത്തിനും ടോപ്പിലെത്താൻ പറ്റും. അത് മാത്രമാണ് ആമസോൺ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആമസോൺ സെല്ലിങ്ങിന് ഒരു നോർമൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ തരാം. ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ആമസോണിൽ സെല്ല് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞാൽ മതിയോ? ആമസോണിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സെല്ല് ചെയ്യുന്നു, ഓക്കെ. നിങ്ങളൊരു ആമസോണിൽ ഒരു പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്തു. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അതിൻ്റെ ഒരു കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആമസോണിൽ ഒരു 5 ദിർഹംസിൻ്റെ ഒരു സാധനം കണ്ടു, അല്ല ഒരു 15 ദിർഹംസിൻ്റെ സാധനം കണ്ടു. ഞാൻ വീണ്ടും പറയുന്നു, ഈ ആമസോൺ സെല്ലിംഗ് പരിപാടി UAE-ൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന, നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. UAE മാർക്കറ്റിൽ, വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, UAE-ലാണ്, ഇന്ത്യ ഒന്നുമല്ല ഞാൻ പറയുന്നത്, UAE മാർക്കറ്റാണ് ഞാൻ പറയുന്നത്. UAE-ലുള്ള ആളുകൾക്കാണ് ഈ ഒരു വീഡിയോയും കറക്റ്റായിട്ട് ചൂസ് ആവുക. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, ആമസോൺ സെല്ലിങ്. അപ്പോൾ ആമസോണിൽ നിങ്ങളൊരു 15 ദിർഹംസിൻ്റെ ഒരു പ്രോഡക്റ്റ് കണ്ടു എന്ന് വിചാരിക്കാം, ഓക്കെ. ആ ഒരു പ്രോഡക്റ്റ്, അപ്പോൾ നിങ്ങൾ ഈ 15 ദിർഹംസിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്കൊരു 1 ദിർഹംസിന് കിട്ടിയാലോ? ഈ നിങ്ങൾ ആമസോണിൽ കണ്ടിട്ടുള്ള അതേ പ്രോഡക്റ്റ് 1 ദിർഹംസിന് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ 2 ദിർഹംസിന് കിട്ടിയാലോ? സോ അവിടെ നിന്ന് കിട്ടും നിങ്ങൾക്കത്.
സോ ഇവിടുന്ന് കിട്ടും. നിങ്ങൾ ചൈന, ലൈക്ക് അലിബാബ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു സൈറ്റാണ് അലിബാബ. ചൈനയിൽ നിന്ന് നിങ്ങൾക്ക് അതായത് ഒരു ക്വാണ്ടിറ്റി, അതിനൊരു MOQ ഉണ്ടാവും, മിനിമം ഓർഡർ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ടാവും. ആ ക്വാണ്ടിറ്റി 1, 2 ഒരിക്കലും കിട്ടില്ല. മിനിമം ഓർഡർ ഓഫ് ക്വാണ്ടിറ്റിയിൽ ആ ഒരു സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടിൽ നിന്ന് ഇത്രയോ എമൗണ്ട് മാർജിനിൽ കൊടുത്ത് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ആമസോണിൽ 15 ദിർഹംസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചൈനയിൽ നിന്ന് ഇറക്കുന്ന സാധനത്തിന് നിങ്ങൾക്ക് പറയുന്ന ഒരു മാർജിൻ, ആമസോണിന് അതിൻ്റെതായിട്ടുള്ളൊരു എമൗണ്ട് പോവും. പിന്നെ നിങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല നെഗോഷിയേറ്റ് ചെയ്ത് ഒരുപാട് ഏജൻസിനായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്ത് 10ഉം 20ഉം ഏജൻസിനായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് വേണം ഓർഡർ ചെയ്യാൻ. അല്ലാതെ കണ്ട പാടന്നെ ഓർഡർ ചെയ്യരുത്. പിന്നെ നമ്മൾ എക്സാക്ട് സെയിം പ്രോഡക്റ്റ് ആണോ നോക്കണം, എല്ലാം നോക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണോ, എല്ലാം നോക്കിയും കണ്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇനി നിങ്ങൾ ആലിബാബയ്ക്കോ ചൈനയ്ക്കോ ഒന്നും പോകണ്ട. കാരണം തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് അടക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ ഒരു മിനിമം ഓർഡർ ഓഫ് ക്വാണ്ടിറ്റി 100 1000 ഇറക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എമൗണ്ട് വരും, അത്യാവശ്യം എമൗണ്ട് വരും. എന്തായാലും വരും. ഷിപ്പിംഗ് ചാർജും എല്ലാം കൂടിയും കൂട്ടി ഒരു എമൗണ്ട് നിങ്ങൾ കാണേണ്ടി വരും. ഇനി അതിലോട്ട് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോർസ് ഫൈൻഡ് ചെയ്യുക. ലുലുവോ സ്പാറോ ഡേ ടു ഡേ എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റോർ ഫൈൻഡ് ചെയ്യുക. അവിടെ നിന്ന് പ്രോഡക്റ്റ് എടുക്കുക. മനസ്സിലായോ? അവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയോ കാര്യമോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ആ ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്യുക? ലിസ്റ്റ് ചെയ്യുക. ആ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് യാതൊരു വിഷയമില്ല. നിങ്ങൾ അവിടെ ആ സ്റ്റോർ പോകേണ്ട ഒരു ടൈമും അങ്ങ് പോകേണ്ടപ്പോൾ എന്തെങ്കിലും എങ്ങനെ പോകണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ചാർജും, അതല്ലേ ഉള്ളൂ. വേറെ ഒരു റിസ്ക്കും നിങ്ങൾക്കില്ല. 1 2 ഓർഡറുകൾ, അതിൻ്റെ ക്വാണ്ടിറ്റി അത്ര മാത്രം കൊടുക്കുക. നിങ്ങൾക്ക് അതിൽ ത്രൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് വരും. നിങ്ങൾക്കൊരു സെല്ലിങ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? നല്ല രീതിയിൽ കോൺഫിഡൻറ്റ് വരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റ് അവിടെ നിന്ന് ഫൈൻഡ് ചെയ്യുക, നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അത്ര പരിപാടിയുള്ളൂ. അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ഈ സെല്ലിങ് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 1 2 സെല്ലിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് വരും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടി വരിക. അതാണ് ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ ആമസോൺ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ പറയുന്ന പോലെ ഇതിന് കുറച്ച് പ്രോസസ്സും കാര്യങ്ങളും ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പറയാം, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ലിസ്റ്റ് ചെയ്യുക, ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞ സംഭവം. അതായത് ഒരു സാധനത്തിന് വില കുറഞ്ഞൊരു സംഭവം എടുക്കുക, അത് നമ്മൾ കുറച്ചും കൂടി വില കൂട്ടിയാണ്ട് ആമസോണിൽ സെയിൽ ചെയ്യുക. അത്രേ ഉള്ളൂ. ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു ആമസോണിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു 15 ദിർഹംസിൻ്റെ ഒരു പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് ഞാൻ നൂണിൽ 80 ദിർഹംസിനാണ് സെയിം പ്രോഡക്റ്റ് ഞാൻ കണ്ടത്. സോ നോക്കുക, അത് 80 ദിർഹംസിന് നൂണിൽ ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്കിത് അറിയില്ല എന്നുള്ള കാര്യമാണ്. അവർ നോട്ട് അവെയർ. നമ്മളിത് അവെയർ ആണെന്നില്ലാതെ അവർ അവെയർ അല്ല. ഞാൻ പറയുന്നത് ഇവിടുത്തെ ആളുകളെ പറ്റിയിട്ടാണ്. സോ അതിന് അവെയർ അല്ല. സോ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ചാൻസ് ഇതിലുണ്ട്. പിന്നെ നിങ്ങൾ ഒരു ആമസോണിൽ ഒരു സംഭവം ലിസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ കിട്ടണമെന്നില്ല. ലിസ്റ്റ് ചെയ്തു, പിന്നെ ഒരു പരിപാടി നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ നല്ല ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല കുട്ടപ്പനാക്കിയിട്ട് നിങ്ങൾ നല്ല വീഡിയോസൊക്കെ ഇട്ട് ഞങ്ങൾ ലിസ്റ്റ് ചെയ്തു ആമസോണിൽ. പക്ഷേ നിങ്ങൾക്ക് ആ സാധനം നിങ്ങളിൽ നിന്ന് വാങ്ങേണ്ട ആളുകൾ. സോ അതിന് നല്ല രീതിയിൽ AI ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് വിത്തൗട്ട് അഡ്വർടൈസ്മെൻറ്റ് വരെ ഓർഡേഴ്സ് കിട്ടും. പക്ഷേ അത് അതിൻ്റെതായിട്ടുള്ള പവർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. AI ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ടൈമാണിത്. നമുക്ക് എല്ലാ സംഭവവും AI ത്രൂ ചെയ്യാൻ കഴിയും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് വീഡിയോസ് പലതിനെയും പറ്റി എടുത്തിട്ടുണ്ട്. AI എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ലെവൽ ഓഫ് സംഭവമാണ്. അത് വെച്ച് നമുക്ക് അതിനെപ്പറ്റി അവെയർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്താ പറയുക, ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക സംഭവം എന്ന് പറയുന്നത്, ഈ ആമസോൺ സെല്ലിംഗ് പരിപാടി. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. കറക്റ്റ് കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെല്ല് ചെയ്യുക എന്ന് പറയാം, അതിൻ്റെ മാർജിന്, അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുക. ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. ഇതാണ് ആമസോൺ സെല്ലിങ്. നോർമൽ പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ. ഇനി അതിൻ്റെ കാര്യങ്ങളിലോട്ട് വരാം. ഇത് നമുക്ക് എന്താ പറയുക, ആമസോൺ സെല്ലിംഗ് അക്കൗണ്ട് ഉണ്ടാക്കണം. പിന്നെ ആദ്യമൊക്കെ ആമസോൺ സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കാൻ വെറും എമിറേറ്റ്സ് സൈഡ് മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ലൈസൻസ് വേണം. ആ ലൈസൻസിന് ഏകദേശം 1000+ വരുന്നുണ്ട്. 1000+ വരുന്നുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ആമസോൺ സെല്ലിംഗ്, ഒരു ട്രേഡ് ലൈസൻസ് വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആമസോൺ സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഈ സംഭവങ്ങളെല്ലാം
to Z, അതായത് അവർ സെല്ല് ചെയ്യാൻ വരുത്തുന്ന വരെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ബാക്കി ഒക്കെ നിങ്ങളുടെ കയ്യിലാണ്. സോ നിങ്ങൾക്ക് ഇതിലേക്ക് ഓർഡർ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ടി വരും. ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഏതായിരിക്കോട്ടെ. അതിൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾ ടിക്ടോക്ക് ഒന്ന് നോക്കുക. മെയിനായിട്ട് ടിക്ടോക്ക് നോക്കുക. കാരണം UAE പോലത്തെ സ്ഥലത്ത് ബാൻ ചെയ്യാത്തൊരു സംഭവമാണ് ടിക്ടോക്ക്. ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ UAEയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തിട്ടില്ല. ഇവിടെ അതിൽ അറബ്സും ഉണ്ട്, അതിൽ മലയാളീസും ഉണ്ട്, അതിൽ എല്ലാ ഭാഷക്കാരും ഉണ്ട്, എല്ലാവരും ഉള്ളതാണ് ടിക്ടോക്ക്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടതിൽ വെച്ച് ഇൻസ്റ്റാഗ്രാമിലൊന്നും അത്രയ്ക്ക് ഇവിടെ UAE സിറ്റി ഇവിടുത്തെ ആളുകളൊക്കെ വളരെ കുറവാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടുതൽ ടിക്ടോക്ക് പോലത്തെ അതിൽ നല്ലൊരു സ്റ്റോർ ബിൽഡ് ചെയ്യുക, നല്ലൊരു പേജ് സ്റ്റാർട്ട് ചെയ്യുക, നല്ലൊരു നെയിമും കൊടുക്കുക, നല്ലൊരു ഇത് കൊടുത്തിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, അഡ്വർടൈസ്മെന്റ് ചെയ്യുക. അതൊക്കെ നിങ്ങളെ ലക്കി അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് AI വെച്ചൊക്കെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. അതിനുള്ളതുമാണ് എഫേർട്ട് നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർഡറുകൾ വരും. 100% ഷുവറാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ പറഞ്ഞുതരാം, 1ഉം 2ഉം ഇതേപോലെ സ്റ്റോഴ്സിൽ നിന്നൊക്കെ ബൈ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. എന്നാൽ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് വലുതാവും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്ന് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടല്ലോ ആളുകൾ നിങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ പോലെ തന്നെ ഇത്ര കുറച്ച് ആളുകൾ റാൻഡംലി ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. ഫ്രീ, വിത്തൗട്ട് എനി മണി, ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. ഇതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ആക്കിയിട്ട് വേണം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അതാണ് കുറച്ച് ലാഗ് വരുന്നത്. സോ അതിനുശേഷം ഞാൻ വേറെ കാര്യങ്ങൾ പറഞ്ഞ് 2 എക്സൈറ്റ് കാര്യങ്ങൾ എല്ലാ ആളുകൾക്കും പറ്റുന്ന സംഭവം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ഇത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. കാരണം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് ഇൻബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ആമസോൺ FBAനെ കുറിച്ച് പറയാൻ. പിന്നെ ഒരു കാര്യം കൂടി, ഈ പറയുന്ന നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങി, നിങ്ങളത് ലിസ്റ്റ് ചെയ്തു, നിങ്ങൾക്കത് സെയിൽ ചെയ്യണം, നിങ്ങൾക്ക് ഓർഡർ വന്നു, അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സംശയം കൂടി ഉണ്ടാവും. അതിനുശേഷം ഒന്നുമില്ല, അത് ആമസോണിൽ ആൾ വരും, അത് നിങ്ങളിരുന്ന് എടുക്കും, അവരെന്നെ അത് കൊണ്ടുപോയിക്കാണ്ട് കസ്റ്റമറിന് കൊടുക്കും. ഈ പരിപാടി കൂടിയാണ് ഇത്. നമ്മൾ കൊണ്ടുപോയി കൊടുക്കൊന്നും വേണ്ട. ആമസോണിൽ നിന്ന് ആൾ വന്നിട്ട് നിങ്ങളെ എടുത്തത് നിങ്ങൾ എവിടെയാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ടൈം ആൻഡ് ലൊക്കേഷനിൽ അവർ നിങ്ങളെ അടുത്ത് വന്ന് ആ ഒരു പ്രോഡക്റ്റ് എടുത്ത് അവരെവിടെ കൊടുക്കും, കസ്റ്റമറിന് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇതാണ് പ്രൊസീജിയർ. 2 രീതിയിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമറിൻ്റെ അടുത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആമസോൺ അതിലെ ഇടയിൽ മീഡിയേറ്ററായിട്ടും വെക്കാം. ആ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എക്സാക്റ്റ് ഈ കാര്യങ്ങൾ അറിയണം. ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ട് നിങ്ങൾക്കിത് മൊത്തത്തിൽ ചെയ്യാനോ പഠിക്കാനോ പറ്റില്ല. കാരണം പ്രൊസീജിയേഴ്സ് ഒരുപാടുണ്ട് ഇതിൻ്റെ ചെയ്യാനും കാര്യങ്ങളും എല്ലാ വർക്കും കാര്യങ്ങളും. എങ്ങനെയൊക്കെയാണ് ഈ ആമസോൺ സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കൽ കുറച്ച് പരിപാടിയാണ്. അതെല്ലാം കാര്യങ്ങളും ചെയ്ത് എല്ലാതാണ് ഇതിൻ്റെ ഒരു A to Z പരിപാടി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ പോലെ ഒരു 50 ആളുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു കൊടുക്കും. റാൻഡംലി ചൂസ് ചെയ്ത മേ ബി ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ ഞാൻ അവർക്ക് പേഴ്സണലി അവർക്ക് എല്ലാ കാര്യങ്ങളും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. സോ ഗൈസ്, ഇതുവരെ വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ചോ, വേണമെങ്കിൽ ഒന്ന് സബും ചെയ്തോ, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ബൈ.